നമസ്കാരം. ഒരു കല്യാണം നടത്തി പുലിവാൽ പിടിച്ചിരിക്കുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും AR റഹീമും മന്ത്രി ശിവൻകുട്ടിയും. കുംഭമേളയിലൂടെ വൈറൽ താരമായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായി കേരളത്തിലെത്തുന്നു. ആ സിനിമയിൽ അഭിനയിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശിയായ ഫർമാൻ ഖാൻ എന്നൊരു പയ്യനുമായി പ്രണയത്തിലാകുന്നു. ഈ പ്രണയത്തെ പെൺകുട്ടിയുടെ അച്ഛൻ എതിർത്തതോടുകൂടി ഫർമാൻ ഖാനും ഈ പെൺകുട്ടിയും തമ്പാനൂർ പോലീസിനെ അഭയം പ്രാപിക്കുന്നു. പിന്നീട് MV ഗോവിന്ദൻ്റെയും റഹീമിൻ്റെയും V ശിവൻകുട്ടിയുടെയും സാന്നിധ്യത്തിൽ മാറനല്ലൂർ ശ്രീ നയനാർ ക്ഷേത്രത്തിൽ വെച്ച് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. ഈ വിവാഹം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ ഒരു വാർത്ത പുറത്തു വന്നത് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. ഈ വാർത്ത പുറത്തു വന്നതോടെ പെൺകുട്ടിയും ഫർമാൻ ഖാനും പത്രസമ്മേളനം വിളിച്ച് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി എന്നുള്ളൊരു രേഖ സമർപ്പിച്ചു. ഏറ്റവും രസം, ഈ വിവാഹം നടന്നു കഴിഞ്ഞതിന് ശേഷം വളരെ അഭിമാനത്തോടു കൂടി റഹീമും ശിവൻകുട്ടിയും ഗോവിന്ദനും ഒക്കെ ഇവരോടൊപ്പം നിന്ന് ചിത്രമെടുക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അത് കൊട്ടിഘോഷിച്ചത് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നുള്ള മട്ടിലാണ്. അന്തം കമ്മികളൊക്കെ ഇത് വളരെ വ്യാപകമായി അഭിമാനത്തോടു കൂടി പ്രചരിപ്പിച്ച ഒരു സവിശേഷതയുമുണ്ടായി. എന്തായാലും മകൾ ഈ ഫർമാൻ ഖാനെ വിവാഹം കഴിച്ചതോടുകൂടി പെൺകുട്ടിയുടെ അച്ഛൻ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അവിടെ പട്ടികവർഗ കമ്മീഷനിൽ പരാതി കൊടുത്തു. പട്ടികവർഗ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. കമ്മീഷൻ അംഗങ്ങൾ കേരളത്തിലെത്തി. ഈ വിവാഹം നടന്ന ക്ഷേത്രത്തിലും പോലീസ് സ്റ്റേഷനിലുമൊക്കെ പരിശോധന നടത്തി. അതിനുശേഷം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ പെൺകുട്ടിക്ക് വിവാഹപ്രായമായിട്ടില്ല എന്നുള്ളതാണ്. വിവാഹം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 16 വയസ്സും 2 മാസവും മാത്രമായിരുന്നു പ്രായം. 2009 ഡിസംബർ 30-നാണ് ഈ പെൺകുട്ടി ജനിച്ചത്. അതായത് ഈ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചതാണെന്ന്. എന്തായാലും ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഫർമാൻ ഖാനെതിരെ മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസ് പോക്സോ ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. പോക്സോ ആക്ട് മാത്രമല്ല, വ്യാജരേഖ ചമച്ചതിനും, അതായത് പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കിയതിനും കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ചില ദുരൂഹതകളുണ്ട്. മനുഷ്യക്കടത്തും ഗൂഢാലോചനയും ഈ വിഷയത്തിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. അതായത് പട്ടികവർഗ കമ്മീഷന്റെ ലീഗൽ അഡ്വൈസർ പ്രകാശ് ഓഖെ അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തമായിട്ടുള്ളൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്കത് മനസ്സിലാകും ഇവിടെ കൃത്യമായിട്ടൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. എങ്ങനെയാണ് ഈ പാർട്ടി സെക്രട്ടറിയും MP-യും മന്ത്രിയും ഈ വിവാഹത്തിൽ പങ്കെടുത്തത്? എങ്ങനെയാണ് അവർ ഇക്കാര്യം അറിഞ്ഞത്? ഇവർ അഭിനയിക്കുന്ന സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരുന്നത് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ, വിഴിഞ്ഞത്താണ്. അപ്പോൾ വിഴിഞ്ഞം പോലീസിനെ സമീപിക്കേണ്ടതിന് പകരം അവർ തിരുവല്ലം പോലീസ് സ്റ്റേഷനും പേട്ട പോലീസ് സ്റ്റേഷനും പിന്നിട്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തുന്നു. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇവരെത്തിയ വിവരം എങ്ങനെയാണ് ഈ പറയുന്ന CPM നേതാക്കൾ അറിഞ്ഞത് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ സംഭവം വിവാദമായതിനു ശേഷം ഈ ക്ഷേത്ര അധികൃതർ പറയുന്നത് തങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്, അതായത് ഇവർ കൊണ്ടുവന്ന ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും നോക്കി അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് തങ്ങൾ വിവാഹത്തിന് അനുമതി നൽകിയത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, വിവാഹം നടന്ന് കഴിഞ്ഞതിന് ശേഷം K-ഡിസ്ക് വഴി ഇവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട്, വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ K-ഡിസ്ക് അധികൃതർ കൃത്യമായി പാലിക്കേണ്ട ഒരു കാര്യം, ഇവർ പ്രായപൂർത്തിയായി എന്ന് കാണിക്കാനായി ഇവർ സമർപ്പിക്കുന്ന രേഖ പരിശോധിച്ച് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നുകിൽ ആധികാരികത ഉറപ്പുവരുത്തിയില്ല, അല്ലെങ്കിൽ ആധികാരികത ഉറപ്പുവരുത്തിയപ്പോൾ തന്നെ ഇത് വ്യാജമാണെന്ന് മനസ്സിലാവുകയും ഏതെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത് വിവാഹം നടത്തി അവർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് നൽകി എന്നുള്ളതുമാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് എന്തായാലും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് ഒരു മനുഷ്യക്കടത്താണെന്ന് ആരോപിച്ചുകൊണ്ട് അവർ പറയുന്നത് NIA ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് അവരുടെ വാദം. എന്തായാലും സ്വാഭാവികമായും എല്ലാ കാര്യങ്ങളിലും ചെന്ന് തലയിട്ട് നാണം കെടുമ്പോൾ CPM-കാർ പറയുന്ന ഒരു രീതിയുണ്ട്, ഞങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ്. കണ്ണൂരിൽ അക്രമങ്ങളൊക്കെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോഴും അവർ പറയുന്നത് അവർ ചെയ്തിട്ടില്ല എന്നാണ്. പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഈ വിഷയത്തിലും CPM ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ വിവാഹം നടത്താൻ മുന്നിട്ടിറങ്ങിയിട്ടില്ല എന്നാണ്. മുന്നിട്ടിറങ്ങാതെയാണോ MV ഗോവിന്ദനും റഹീമും ശിവൻകുട്ടിയും ഒക്കെ ഈ ക്ഷേത്രത്തിലെത്തിയത്? വളരെ അഭിമാനത്തോടു കൂടി ഒരു പെൺകുട്ടിയുടെ വിവാഹം, അവളുടെ അച്ഛൻ്റെ കണ്ണീര് പോലും കാണാതെ ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തത്. എന്നാൽ ഈ ഗോവിന്ദനൊക്കെ ലക്ഷ്യമിട്ടത് മറ്റൊന്നാണ്. ഒരു ഹിന്ദു പെൺകുട്ടി, ഒരു മുസ്ലിം യുവാവ്, ഇവർ വിവാഹം കഴിക്കുന്നു, ഞങ്ങളത് നടത്തി കൊടുക്കുന്നു, അത് ഒരുപാട് പേർക്ക് പ്രോത്സാഹനമാകും എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. കാരണം ഇത്തരക്കാരാണ് ഈ പാർട്ടിയോടൊപ്പം നിൽക്കുന്നത്. ഇവിടെ എത്രയോ രാഷ്ട്രീയ നേതാക്കളുണ്ട്, കോൺഗ്രസിൻ്റെ ആൾക്കാരും മറ്റും എല്ലാവരും ഉണ്ടല്ലോ. അവരാരും ഇത്തരം വിഷയങ്ങളിൽ തലയിടാറില്ല, ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാറില്ല. അതെപ്പോഴും ഇത് കണ്ണൻ തിരിവുകൾ കാണിക്കുന്നത് ഇവരെ പോലെയുള്ള CPM നേതാക്കളാണ്. എന്തായാലും പോക്സോ ആക്ടിന് പുറമെ ഈ വ്യാജരേഖ ചമച്ചതിനും ഈ ഫർമാൻ ഖാനെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നു മാത്രമല്ല, ഏപ്രിൽ 22-ാം തീയതി കേരള DGP-യും മധ്യപ്രദേശ് DGP-യും ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ മുന്നിൽ നേരിട്ട് ഹാജരാകാനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊന്നും പറഞ്ഞ് കൈ കഴുകിയിട്ട് കാര്യമില്ല. നമ്മളൊരു കല്യാണം നടത്തി കൊടുക്കുന്നു. ഈ കല്യാണം നടത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, പ്രത്യേകിച്ചും ഇവരൊരു സാധാരണക്കാരല്ല, പാർട്ടി സെക്രട്ടറിയും മന്ത്രിയും MP-യുമാണ്. അപ്പോൾ
ഇത്തരത്തിലൊരു വിവാഹം നടക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ പലതവണ പറഞ്ഞു ഈ എൻ്റെ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ അവർ ഇത്തരത്തിൽ വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഈ ഗോവിന്ദനും റഹീമും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ളവരാണ്. ഇതിൻ്റെ പിന്നിലും ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം സ്പഷ്ടമാണ്. അല്ലെങ്കിൽ ഈ പരാതിയുമായി ഈ പെൺകുട്ടിയും ഈ യുവാവും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ വിവരം പാർട്ടി സെക്രട്ടറി അറിയുന്നു, MP അറിയുന്നു, മന്ത്രി അറിയുന്നു. അവരൊക്കെ ഈ ഒരു വിവാഹം നടത്തി കൊടുക്കാൻ മുന്നിട്ടിറങ്ങുന്നു. അപ്പോൾ ഇവർക്കെല്ലാം കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും കേരളത്തിൽ നിന്ന് പിടിവിട്ടുപോയ അവസ്ഥയാണ്. വള്ളി പൊട്ടിയ ട്രൗസറിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ CPM ഉള്ളത്. ഏത് നിമിഷവും താഴെ പോകാമെന്നുള്ളൊരവസ്ഥയിലാണ്. എന്തായാലും കേരളത്തിലെ ഭരണം അവസാനിച്ചു, ഗ്രിപ്പ് പോയി കിട്ടി. ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷൻ കേസെടുത്താൽ, അതായത് ഇതിൻ്റെ പരികർമ്മിയായ ഗോവിന്ദനെതിരെയും ഇതിന് നടത്തിക്കൊടുത്തവർക്കെതിരെയും കേസെടുത്താൽ, അല്ലെങ്കിൽ ഒരു കൃത്യമായ അന്വേഷണം ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നാൽ ഒരുപക്ഷെ ഗോവിന്ദനും റഹീമിനും ശിവൻകുട്ടിക്കുമൊക്കെ അത് വലിയ വിനയാകും. എന്തായാലും ശിവൻകുട്ടി നിയമസഭയിൽ മേശ തല്ലി പൊളിച്ചിട്ട് കറങ്ങി നടന്നതുപോലെ നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ് ഇനി ശിവൻകുട്ടിയും ഗോവിന്ദനും റഹീമും അടങ്ങുന്ന CPM നേതാക്കൾക്ക് സംഭവിക്കുന്നത് എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ.